Good afternoon, everyone. Good afternoon, teacher. Good afternoon, ma'am. Good afternoon, ma'am. Afternoon, ma'am. Good afternoon, ma'am. Yeah, good afternoon. So, how are you all? Fine. Fine. Good. ക്ലാസ് കഴിഞ്ഞ ടയർഡാണോ എല്ലാവരും? ഒരു ബോറിംഗ് സ്റ്റേജിലാണോ? ആണോ? No. ബോറടിക്കുന്നില്ല. ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഇന്നലെ എടുത്തത് ക്ലിയർ ആയോ നിങ്ങൾക്ക്? ബേസിക് ആയിരുന്നു, ഒരു ചെറിയൊരു ടോപ്പിക് ആയിരുന്നു അങ്ങനെ കവർ ചെയ്ത്. അല്ലേ അല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ. ഓക്കെ. Hope you all know what happened in last class. എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ സംഭവിച്ചത് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാകാം എന്ന് ഞാൻ വിചാരിക്കുന്നു. പവർ ഫീൽ ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ടാണ് ഇതൊക്കെ ക്ലാസ് കട്ട് ചെയ്യപ്പെട്ടത്. ഓക്കെ, ഓക്കെ. അപ്പൊ പറയൂ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്ത ടോപ്പിക് നൗൺ ആൻഡ് പ്രോണൗൺ ആയിരുന്നു. വെർബ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴായിരുന്നു ക്ലാസ് കട്ടായത്. അത് രണ്ടും ക്ലിയർ ആണോ? ഡിസ്റ്റർബൻസ് ഉണ്ടോ? സൗണ്ട് ആണോ? ഓക്കെ, ഇനി ഞാൻ ചെയ്യാം. നോക്കൂ, ഇനി പറയണേ. ഓക്കെ, ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ലാരും. നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ എടുത്തത് മനസ്സിലായോ? മനസ്സിലാവാത്ത എല്ലാവർക്കും മനസ്സിലായോ? ഒരാൾക്ക് മാത്രമാണോ അല്ലെങ്കിൽ എല്ലാവർക്കും മനസ്സിലായോ? ബേസിക് ആണ്. ഇതും എല്ലാം നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം ഇനി അങ്ങോട്ട് പോകാൻ. ഓക്കെ, ഇനി ഒരുവിധം ക്ലാസ് കഴിഞ്ഞിട്ട് മിസ് ഒന്നുകൂടെ അത് പറയൂ എന്ന് പറയണത് നല്ലത്. ഇപ്പൊ മനസ്സിലാക്കി എടുക്കുന്നതായി. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായി? ഓക്കെ, ജസ്റ്റ് വേണമെങ്കിൽ ഒന്നുകൂടെ ഞാൻ പറയാം. നൗൺ എന്ന് പറയുന്നത് ഒരു നെയിം ആണ്. ഓക്കെ, ഒരു നെയിം ആണ്. അത് എന്തിന്റെങ്കിലും പേരാകും. ജസ്റ്റ് ഒരു നെയിം ആണ് നൗൺ എന്ന് പറയുന്നത്. Then pronoun എന്ന് പറയുന്നത് നമ്മുടെ നെയിമിന് പകരം ഇൻസ്റ്റെഡ് ഓഫ് എ നൗൺ, അല്ലെ? നൗണിന് പകരം അല്ലെങ്കിൽ നെയിമിന് പകരം യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ആണ് ഈ pronoun എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ഐ, ഷീ, ഹി, യു, ഇതൊക്കെ pronoun നൗണിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന pronouns ആണ്. അങ്ങനെ ഒരുപാട് pronoun ഉണ്ട്. ഓക്കെ, ഇത് മാത്രമല്ല കേട്ടോ pronoun എന്ന് പറയുന്നത്. ഒരുപാട് pronoun ഉണ്ട്. ഇപ്പോ ദം, ഇതൊക്കെ pronoun പെടുന്നതാണ്. ഹിം, ഹർ, ദം എല്ലാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വെർബ് ആണ്. ഞാൻ പറഞ്ഞു വെർബ് എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയാണ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ക്രിയാ പ്രവൃത്തി എന്നൊക്കെ പറയും, അല്ലെ? ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇപ്പൊ എന്താ? പഠിപ്പിക്കുന്നു, നിങ്ങൾ പഠിക്കുന്നു, ചിലർ എഴുതുന്നു, അല്ലെ? ഇതൊക്കെ എന്താണ്? പ്രവൃത്തിയാണ്, അല്ലെ? സോ അതിനൊക്കെ നമ്മൾ ആക്ഷൻ വെർബ് എന്ന് പറയും, അല്ലെ? നമ്മൾ ഫിസിക്കലി നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ആക്ഷൻ വെർബ് ആണ്. അത് എന്തുവാട്ടെ, നമ്മള് ഓടുന്നു, ചാടുന്നു, വാക്ക്, റൺ, ഡാൻസ്, സിംഗ്, പ്ലേ, റൈറ്റ്, ഇതെല്ലാം എന്താണ്? നമ്മൾ ഫിസിക്കലി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. സോ അതിന് നമ്മൾ ആക്ഷൻ വെർബ് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ അല്ലേ? ക്ലാസ് എടുക്കുന്നത് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ സ്പീഡ് കൂടുന്നുണ്ട്, ഒട്ടും അങ്ങനെ കൺവേ ആകുന്നില്ല മിസ്, എന്താണെങ്കിലും എന്നോട് നേരിട്ട് പറ. ഓക്കെ, എന്ത് പ്രോബ്ലം നിങ്ങൾ ഇംഗ്ലീഷ് ക്ലാസ്സുമായിട്ട് എന്ത് പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടോ അത് എന്നോട് പറയാം. നമുക്കത് സോൾവ് ചെയ്ത് പോകാം. കാരണം നമ്മൾ ഫസ്റ്റ് ടൈം ആണ്, അല്ലെ? ക്ലാസ് ഇപ്പൊ സെക്കൻഡ് ക്ലാസ് ആയിട്ടുള്ളൂ. അപ്പൊ ഇനി അങ്ങോട്ട് ക്ലാസ് എടുക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്യാനുണ്ടെങ്കിൽ അത് പറയണം കേട്ടോ. പറയാതിരിക്കരുത്, എന്താണെങ്കിലും പറയാം. ഓക്കെ, എല്ലാവരും കംഫർട്ടബിൾ അല്ലേ? ആക്റ്റീവ് അല്ല എല്ലാവരും? ആണോ? Teacher. അപ്പോ ആക്ഷൻ വെർബ് ക്ലിയർ ആണല്ലോ.
നമ്മുടെ ഫിസിക്കലി ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും അത് ആക്ഷൻ വേർബിൽ പെടുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ്, ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യം ആയതുകൊണ്ടാണ് ഇത്രയും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഈ പ്രവൃത്തി വെർബ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമില്ലെന്നല്ല, എന്നാലും ആക്ഷൻ വേർബ് എന്താണെന്നും സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്താണെന്നും അറിയാത്തവരുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇത്രയും ഞാൻ ക്ലിയർ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. ഓക്കെ, അതിൽ ആക്ഷൻ വേർബിനെ കുറച്ച് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഷീസ് ഡാൻസിങ്, ഷീസ് ഈറ്റിംഗ് ലഞ്ച്. ഇവിടെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്, ഒരു സ്ക്രീനിലോട്ട് നോക്കാം. ഷീസ് ഡാൻസിങ്, ഷീസ് ഈറ്റിംഗ് ലഞ്ച്, ഹീസ് ടീച്ചിങ് ദ സ്റ്റുഡൻറ്. Birds are flying in the sky. The are missing in the fish swim in the water. Squirrel eat nuts. Okay, ഇവിടെ ഏതാണ് ആക്ഷൻ വേർബിൽ പെടുന്ന ഏതാണ്? ഡാൻസ് ആക്ഷൻ വേർബ് ആണ്, ഈറ്റ് ആക്ഷൻ വേർബ് ആണ്, ടീച്ച്, then fly, swim, eat എന്താണ്? ഇതെല്ലാം ആക്ഷൻ വേർബിൽ പെടുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്ന് പറയുന്ന ഒരു വേർബ് ഉണ്ട്. അതായത് ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, അങ്ങനെ മാത്രം പഠിക്കുക. ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന് മനസ്സിലാക്കുക. അവിടെ ഒരു പ്രവൃത്തിയും ഒന്നും ഉണ്ടാവില്ല, പക്ഷെ അതിന് സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്നാണ് പറയുന്നത്. വെർബിൽ പെടുന്ന തന്നെയാണ്, പക്ഷെ ഫിസിക്കലി അവിടെ ഒരു പ്രവൃത്തിയും നടക്കുന്നില്ല. മനസ്സിലായോ? അതിനെയാണ് നമ്മൾ സ്റ്റേറ്റ് ഓഫ് ബീയിങ് അഥവാ സ്റ്റേറ്റ് വേർബ് എന്ന് പറയും, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് എന്നും പറയും. ഇപ്പോ അത് മെയിൻലി വരുന്നത് ഇപ്പോ ഒരു അവസ്ഥ, ഒരു സിറ്റുവേഷൻ ആയിരിക്കാം അത്. മനസ്സിലായോ? സിറ്റുവേഷൻ ആകാം, പൊസിഷൻ ആകാം, എന്തെങ്കിലും എനിത്തിങ്. ഇപ്പോ ഞാൻ ടീച്ചറാണ്, ഐ എം എ ടീച്ചർ, യു ആർ സ്റ്റുഡന്റ്. ഇതൊക്കെ എന്താണ്? ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, അവിടെ ആക്ഷൻസ് ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ഇതിനെ വിളിക്കുന്നതാണ് എന്ത്? സ്റ്റേറ്റ് ഓഫ് ബീയിങ് അഥവാ സ്റ്റേറ്റ് വേർബ് എന്നൊക്കെ പറയും. ഓക്കെ, ഐ എം എ ടീച്ചർ, യു ആർ സ്റ്റുഡന്റ്, ഹി ഈസ് എ ഡോക്ടർ ആൻഡ് ഹി ഈസ് ഹംഗ്രി, he feels hungry എന്നൊക്കെ പറയില്ലേ? അപ്പൊ ഇതെല്ലാം സ്റ്റേറ്റ്മെന്റ് ആണ്. സോ അതിനെല്ലാം നമ്മൾ സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്നാണ് പറയാ. എക്സാമ്പിൾ, Ram is a boy, he is hungry, the sun is shining brightly, I'm tired, the dog is brown. മനസ്സിലായോ? Dog color is brown എന്ന് പറയാം. അത് ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ, അവിടെ ഫിസിക്കലി ഒരു ആക്ഷൻ ഒന്നും നടക്കുന്നില്ല. മനസ്സിലായോ? ഫിസിക്കലി എന്തെങ്കിലും ആക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ അത് ആക്ഷൻ വേർബ് ആണ്. ഇനി അഥവാ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ അത് സ്റ്റേറ്റ് ഓഫ് ബീയിങ് അഥവാ സ്റ്റേറ്റ് വേർബ് ആണെന്ന് പറയും. ഓക്കെ, സോ നൗൺ, പ്രോനൗൺ ആൻഡ് വേർബ് ഇതെല്ലാം ഇപ്പോൾ ഇതെല്ലാം ക്ലിയർ ആണോ? ഇതിൽ എന്തെങ്കിലും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കുക, നമ്മൾ ക്ലിയർ ചെയ്ത് പോവാം. Do you have any doubts about this topic? You can ask me. Okay. ക്ലിയർ ആണ്? ഓക്കെ ഓക്കെ, 3 പേരും പറയുന്നുണ്ടോ? ഒരുപാട് സ്റ്റുഡന്റ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്, ഇതിൽ ക്വാളിഫൈഡ് ആയ സ്റ്റുഡൻസ് ഉണ്ട്, ഗ്യാപ്പ് ഉള്ളവരുണ്ട്. അപ്പൊ ഗ്യാപ്പ് ഉള്ളവരെ മനസ്സിലായോ എന്നും കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്, അല്ലാതെ മനസ്സിലായോ മൊത്തത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞാലും ഞാൻ ക്ലിയർ ചെയ്ത് തരും. എന്നിട്ടെങ്കിലും ചോദിക്കുക, കാരണം നിങ്ങൾ ചോദിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടക്ക് വീണ്ടും ചോദിക്കുന്നത്, ഡൗട്ട് ഉണ്ടോ, ക്ലിയർ ആണോ, എന്തെങ്കിലും ഒന്നുകൂടെ പറഞ്ഞുതരാം. കാരണം ഇംഗ്ലീഷ് ആയതുകൊണ്ട് കുറച്ച് ടഫാണ്. ഒട്ടും ഇപ്പൊ ഗ്യാപ്പ് വന്നവര് ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ ക്യാച്ച് ചെയ്യാനായിട്ട്. അതൊന്നുകൊണ്ട് പഠിക്കണ്ട, എന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ ഡൗട്ട് ഒന്നുമില്ലല്ലോ. അന്നൊരു കാര്യം ചെയ്യും, നിങ്ങള് ആക്ഷൻ വേർബും ഒരു സ്റ്റേറ്റ് വേർബും വെച്ചിട്ട് എക്സാമ്പിൾസ് ഒന്ന് പറഞ്ഞേ. പറയാൻ പറ്റുന്നവര് പറയാ, അല്ലെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും പറയാൻ പറയുമ്പോ മിണ്ടാതിരിക്കരുത് കേട്ടോ. ഓക്കെ, എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യൂ. ഷീസ് ഡ്രൈവിംഗ്. ഇതിൽ ഞാൻ
ഇതിൽ ഞാനിപ്പോ നിങ്ങൾ അയക്കുന്ന എക്സാമ്പിൾസില് ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടാകും, പക്ഷെ ഞാനത് മൈൻഡ് ചെയ്യില്ല. മിസ്റ്റേക്സ് ഉണ്ടാകും ഇല്ലെന്നല്ല ഉണ്ടാകുക. ഇവിടെ നിങ്ങൾക്ക് ആക്ഷൻ വേർബും സ്റ്റേറ്റ് വേർബും മനസ്സിലായിട്ടുണ്ടോ എന്ന് മാത്രമേ ഞാൻ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോ ഗ്രാമർ മിസ്റ്റേക്കിനെ കുറിച്ച് ചിലപ്പോ ഒന്നും വേണ്ടില്ല. ചിലപ്പോ ഓക്സിലറീസിലൊക്കെ വ്യത്യാസങ്ങളൊക്കെ വരാം, അത് ഞാൻ മൈൻഡ് ചെയ്യില്ല. മനസ്സിലായല്ലോ? ഓക്കെ, ഹീസ് വാക്കിംഗ്. ആക്ഷൻ വേർബും വേണം, സ്റ്റേറ്റ് വേർബും വേണം കേട്ടോ. രണ്ടും എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യുക. ഷീസ് ബ്യൂട്ടിഫുൾ, ഐ ആം റണ്ണിങ്, he's singing, she's singing, Johnny is walking, Johnny is playing, she's a doctor. Doctor is spelling noku. Yeah. He's thinking, yeah, they are dancing. The cat is very beautiful. Okay. Yeah. Okay, then he's driving, she's a dancer. She's driving, she's a dancer. Yeah. She's very cute. Okay. Rama is a girl, she's dancing. Yeah. Okay. Then I know. He's very smart. The bird is black. Okay. So ഇതേപോലെ പെട്ടെന്ന് പഠിക്കുകയാണെങ്കിൽ ടോപ്പിക്കിൽ വേഗം കവർ ചെയ്യാലോ നമുക്ക്. ഷീസ് ബ്യൂട്ടിഫുൾ, ഷീസ് ഹംഗ്രി. ഇതേപോലെ എപ്പോഴും ഇനി അങ്ങോട്ട് കോഴ്സ് അവസാനിക്കുന്ന വരെയും ഇത്രയും നല്ല രീതിയിൽ ആക്റ്റീവ് ആയിരിക്കണം എല്ലാവരും. ഓക്കെ, എസ്പെഷ്യലി ഇംഗ്ലീഷ് ക്ലാസ്സിന്. She's watching, she's hungry. Okay. Okay, അപ്പൊ ക്ലിയർ ആണ്, അത് മനസ്സിലായല്ലോ അല്ലേ? ഷീസ് ക്രീവിംഗ്, Ram is playing football. The children love ice cream. Children loves ice cream. ഞാൻ പറഞ്ഞു. Okay. She's riding. Okay. Yeah. അപ്പൊ ക്ലിയർ ആണ് അല്ലെ? മനസ്സിലായോ? ഓക്കെ. അങ്ങനെ അപ്പൊ ഇംഗ്ലീഷിൽ കുറച്ച് സിമ്പിൾ ആയിട്ട് തോന്നി എല്ലാവർക്കും. ഓക്കെ, അപ്പോ noun and pronoun, then verb, ആ ഒരു പോർഷൻ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതില് ഓക്സിലറീസ് ഉണ്ട്, ഇതിൽ ഓക്സിലറി വേർബ് കൂടി ഉണ്ട്. പക്ഷെ ഓക്സിലറി വേർബ് ഞാൻ ഇപ്പൊ എടുക്കുന്നില്ല, അത് ഞാൻ എപ്പോഴെങ്കിലും എടുക്കും. മനസ്സിലായോ? ഒരു പോർഷൻ കഴിഞ്ഞിട്ട് ഞാൻ ഓക്സിലറിയിലേക്കും ഈ പ്രൈമറി ആൻഡ് മൊഡൽ വേർബിലേക്കും പോകും. ഇപ്പോഴല്ല എന്ന് മാത്രം. ഫസ്റ്റ് ഇതിൽ എനിക്കൊന്നും മനസ്സിലാവില്ല. ഈ ടെൻസിന്റെ ഇടയിൽ ഞാൻ ഈ ഓക്സിലറി പറയുന്നുണ്ട്, അതിനുശേഷമൊക്കെയാണ് ഞാൻ ഈ മൊഡൽ വേർബിലേക്ക് പോവാ. അല്ലാതെ എനിക്കൊന്നും മനസ്സിലാവില്ല കേട്ടോ. അപ്പോ ഈ സ്റ്റേറ്റ് വേർബ് വെച്ച് നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. ഓക്കെ, മൂവിംഗ് ഓൺ ദ നെക്സ്റ്റ് ടോപ്പിക് ആസ് അഡ്ജക്റ്റീവ്. നിങ്ങൾ ഇതെല്ലാം കേട്ടിട്ടുണ്ടല്ലേ? എന്താണ് അഡ്ജക്റ്റീവ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ കറക്റ്റ് ആയിട്ടൊന്നും അറിയില്ല. അങ്ങനെയാണോ? അറിയാവുന്നവരുണ്ടോ? യെസ്, അറിയാന്നാണോ കേട്ടിട്ടുണ്ടെന്നാണോ? കേട്ടിട്ടുണ്ട്, അറിയില്ല. അഡ്ജക്റ്റീവ് കേട്ടിട്ടുണ്ട്, അറിയില്ല. അറിയുമ്പോൾ ഭയങ്കര സിമ്പിൾ ആണ്. അയ്യോ ഇതായിരുന്നു അഡ്ജക്റ്റീവ് എന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷെ ഇത്രയേ ഉള്ളൂ. ഓക്കെ, നോക്കാം നമുക്ക്. അറിയായിരുന്നോ? ഓർമ്മയില്ല. വിശേഷണമാണ്. എന്തിന്റെ വിശേഷണമാണ്? ഓക്കെ, നമുക്ക് നോക്കാം. An adjective is a word. നാമത്തെ വിശേഷിപ്പിക്കുന്നത്. correct. An adjective is a word that modifies or describes a noun or pronoun. It can be used to describe the qualities of someone or something.
ഇത്രയും മനസ്സിലാക്കാൻ നൗണിനെ അല്ലെങ്കിൽ പ്രോനൗണിനെ വിശേഷിപ്പിക്കുന്ന, ഡിസ്ക്രൈബ് ചെയ്യുന്ന അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുന്ന ഒന്നാണ് അഡ്ജക്റ്റീവ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതിൽ എന്താണോ മനസ്സിലായത്, ഞാൻ പറയുന്നതിൽ നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതിക്കാം. ഓക്കെ, നോട്ട്ബുക്ക് എടുക്കുക, അഡ്ജക്റ്റീവ് എന്ന് കൊടുക്കുക. ബാക്കി എല്ലാ നോട്ടും കവർ ചെയ്തു. നിങ്ങള് വെർബിനെ കുറിച്ചിട്ടൊക്കെ നോട്ട് എഴുതിയിട്ടുണ്ടോ? പറയൂ, നോട്ട് എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ട് ടീച്ചർ. എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ക്ലാസ്സിലോ എന്റെ ഈ നൗൺ പ്രോണൗൺ വേർബിന്റെ നോട്ട് ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം. ആവശ്യക്കാരുണ്ടെങ്കിൽ എടുക്കാം, വേണ്ട. അതുപോലെ അഡ്ജക്റ്റീവിന്റെ നോട്ട് ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം. ഓക്കെ, എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കണം. അപ്പൊ എന്റെ നോട്ടും നിങ്ങളുടെ നോട്ട്ബുക്കും കൂടെ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആകും. ഓക്കെ, സോ അഡ്ജക്റ്റീവ് എന്താണ്? നൗണിനെ അല്ലെങ്കിൽ പ്രോനൗണിനെ മോഡിഫൈ ചെയ്യുന്ന ഒന്നാണ് അഡ്ജക്റ്റീവ്, അല്ലെ? അഡ്ജക്റ്റീവ് ഈസ് എ വേർഡ് ദാറ്റ് മോഡിഫൈസ് നൗൺ ഓർ പ്രോനൗൺ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതായത് ഇപ്പൊ നിങ്ങള് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങള് അയച്ച കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ഉണ്ടോ? നിങ്ങള് എത്രയോ എക്സാമ്പിൾസ് നിങ്ങൾ ആക്ഷൻ വേർബിലൊക്കെ അയച്ചു. അതൊരു എക്സാമ്പിൾ നോക്കിയേ. She's very cute. She's very cute. അല്ലേ? എന്താണ് ക്യൂട്ട് എന്ന് പറഞ്ഞാ പോരെ? നിങ്ങളെന്താ വെരി ക്യൂട്ട് എന്ന് പറഞ്ഞേ? അതിനൊന്നും കൂടെ വിശേഷിപ്പിച്ചു. ഈസ് വെരി സ്മാർട്ട്. എന്താണ് ആ പ്രോണൗണിനെ നിങ്ങൾ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്തു, വിശേഷിപ്പിച്ചു, അല്ലെ? അതാണ് അഡ്ജക്റ്റീവ്. ഇത്രയേ ഉള്ളൂ അഡ്ജക്റ്റീവ്. മീര ഈസ് എ സ്മാർട്ട് ഗേൾ. മീര ഈസ് എ ഗേൾ എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ നമ്മൾ എന്താണ് കുറച്ചുകൂടി മോഡിഫൈ ചെയ്തിട്ട് സ്മാർട്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഈ സ്മാർട്ട് ആണ് ഇവിടെ അഡ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്. ഹി മാരീഡ് ആൻ അമേരിക്കൻ വുമൺ. ഒരു വുമണിനെയാണ് കല്യാണം കഴിച്ചത്, പക്ഷെ അമേരിക്കൻ വുമൺ ആണ്. ആ വുമണിനെ കുറച്ചും കൂടി മോഡിഫൈ ചെയ്ത് പറഞ്ഞു. അപ്പൊ ഈ അമേരിക്കൻ എന്ന് പറയുന്ന വാക്ക് എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. ഇറ്റ് ഈസ് എ പ്ലാസ്റ്റിക് ബോട്ട്. മനസ്സിലായോ? പ്ലാസ്റ്റിക് ബോട്ട്. ബോട്ട് എന്ന് പറഞ്ഞാൽ മതി, പക്ഷെ ബോട്ടിനെ കുറച്ചും കൂടെ മോഡിഫൈ ചെയ്ത് കുറച്ചുകൂടി നമുക്ക് ക്ലിയർ ആയി. എന്താണ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു. സോ പ്ലാസ്റ്റിക് ഈസ് എ അഡ്ജക്റ്റീവ്. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായോ? അഡ്ജക്റ്റീവ് എന്താണെന്ന് മനസ്സിലായോ? മനസ്സിലായി. മനസ്സിലായി. ഇതില് കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവും സൂപ്പർലേറ്റീവ് അഡ്ജക്റ്റീവും ഉണ്ട്. ഇത് പഠിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. പഠിച്ചാല് കൺഫ്യൂഷൻ ആവേയുള്ളൂ. പഠിക്കാൻ താല്പര്യമുണ്ടോ? പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു പോകാം. അത് മനസ്സിലായില്ല എന്ന് വിചാരിച്ചിട്ട് പേടിക്കേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് അഡ്ജക്റ്റീവ് എന്താണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അതേപോലെ തന്നെ ആഡ്വേർബ് എന്താണെന്ന് അറിഞ്ഞിരിക്കും. അത് മതി ശരിക്കും. ഓക്കെ, ഇതില് കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ഒന്ന് കമ്പയർ ചെയ്യുന്നതാണ്. എന്തിനാണ് എപ്പോഴും അഡ്ജക്റ്റീവ് ഫോക്കസ് ചെയ്യുന്നത്? നൗണിനെ അല്ലെങ്കിൽ പ്രോനൗണിനെ ആയിരിക്കും. അത് മറക്കരുത് കേട്ടോ. നൗണിനെ അല്ലെങ്കിൽ പ്രോനൗണിനെ ആയിരിക്കും അഡ്ജക്റ്റീവ് എപ്പോഴും ഫോക്കസ് ചെയ്യുക. അതായത് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് നൗണിനെ അല്ലെങ്കിൽ പ്രോനൗണിനെ മോഡിഫൈ ചെയ്യാനും ഡിസ്ക്രൈബ് ചെയ്യാനും ഉള്ളതാണ്. അതാണ് അഡ്ജക്റ്റീവിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. മോഡിഫൈ ചെയ്യുക. എന്തിനെ? നൗണിനെ അല്ലെങ്കിൽ പ്രോനൗണിനെ. കമ്പാരിറ്റീവ് എന്ന് പറയുമ്പോൾ he sang the song better than others. Okay, ഫസ്റ്റത്തെ എക്സാമ്പിൾ മിസ്റ്റേക്ക് ആണ്. He is more intelligent than Sam. He is more intelligent than Sam. അത് സാമിനേക്കാളും ഇന്റലിജന്റ് ആണ് അവൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പോഴും ഇവിടെ ആരോ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ മ്യൂട്ട് ചെയ്യാ. ഷമീർ അപ്പൂസ്, മ്യൂട്ട് യുവർസെൽഫ്. ഓക്കെ, ഒരു കാര്യം ചെയ്യും. കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവും എന്നൊക്കെ വേണ്ട. പഠിക്കണോ? നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ ഇത് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. പറയൂ, വേണോ വേണ്ടയോ? അപ്പൊ വേണ്ട, എല്ലാം കൂടി കൺഫ്യൂഷൻ. അതാണ് കൺഫ്യൂഷൻ വരും. എനിക്കും തോന്നുന്നുണ്ട് കൺഫ്യൂഷൻ വരും. കൺഫ്യൂഷൻ ആകും. അഡ്ജക്റ്റീവിൽ ഓക്കെ, അഡ്ജക്റ്റീവ് നിർത്താം നമുക്ക്.
അതാണ് നല്ലത്. അപ്പൊ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് നോട്ട് എഴുതിക്കോളൂ. നോട്ട് എഴുതാം. അഡ്ജക്റ്റീവ് ഇസ് എ വേർഡ് ദാറ്റ്, ഇത് എഴുതിക്കോളൂ. ചിലപ്പോൾ ഞാൻ ഈ നോട്ട് അപ്ലോഡ് ചെയ്യില്ല കേട്ടോ, കാരണം ഇത് മാറ്റണം, വേണ്ടത് ആവശ്യമില്ല. ഇത് ഞാൻ പക്ഷെ പഠിപ്പിച്ചിരുന്നാണ്, പഠിപ്പിച്ചപ്പോ എല്ലാവർക്കും കൺഫ്യൂഷൻ ആകുള്ളൂ. കാരണം ഇത് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ നമുക്ക് ബേസിക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. ഇതൊക്കെ കുറച്ച് കൂടുതലാണ്, അതിന്റെ ആവശ്യമില്ല. നമുക്ക് അഡ്ജക്റ്റീവിൽ നമുക്ക് എടുക്കാം. അപ്പൊ നോട്ട് എഴുതിക്കോളൂ. നിങ്ങൾ ഈ കറക്റ്റ് ഡെഫിനിഷൻ എഴുതിക്കോളൂ. An adjective is a word that modifies or describes a noun or pronoun. മാത്രം എഴുതിയാലും മതി. ഓക്കെ, എന്നിട്ട് മലയാളത്തിൽ നിങ്ങൾക്ക് മനസ്സിലായ രീതി എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് അത് എഴുതി വെക്കാം. നൗണിനെ അല്ലെങ്കിൽ പ്രോനൗണിനെ മോഡിഫൈ ചെയ്യാനും ഡിസ്ക്രൈബ് ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് അഡ്ജക്റ്റീവ് എന്ന് എഴുതി വെക്കുക. എന്നിട്ട് ഒരുപാട് കുറച്ച് എക്സാമ്പിൾസ് ആണ് എഴുതുക. എല്ലാവരും എക്സാമ്പിൾസ് ഒന്ന് പറഞ്ഞേ. എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യൂ, ടെക്സ്റ്റ് ചെയ്യാം. എന്നിട്ട് കുറെ എക്സാമ്പിൾസ് നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. അപ്പൊ എല്ലാവരും കൂടെ എക്സാമ്പിൾസ് അയക്കുമ്പോൾ അതെല്ലാം നോട്ട്ബുക്കിൽ എഴുതുക. അപ്പൊ എക്സാമ്പിളും ഡെഫിനിഷനും പിന്നെ നിങ്ങൾ മലയാളത്തിൽ എഴുതിയ നോട്ടും കൂടെ വായിക്കുമ്പോൾ എന്താണ് അഡ്ജക്റ്റീവ് എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, ഇതിപ്പോ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ട്ബുക്ക് എടുത്താൽ ഇത് മനസ്സിലാവും. അപ്പോ എല്ലാവരും എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് സെൻഡ് ചെയ്യൂ, ടെക്സ്റ്റ് ചെയ്യൂ. Kitty is called Kitty. Kitty is a small cat. She is a beautiful girl. It is a golden. The short is big, and it is a good boy. She is a good singer. She is a talented girl. She is very beautiful. Okay. Yeah, നമ്മൾ എക്സാമ്പിൾസ് സെൻഡ് ചെയ്തോളൂ. ഞാൻ കാണുന്നുണ്ട്. Just wait a second. She's very good girl. He's very brave. He's very brave boy. Cameron is a tall boy. They live in a beautiful house. Okay. കഴിഞ്ഞോ? Yeah, nature is very beautiful. Very ആണ് അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. Very. Okay. Rina is very cute. She is very nice. Very മാത്രമേ ഉള്ളൂ. ഇതാ very ആണ് adjective. Main adjective is very. അല്ലേ? It is a still box. Still box. Minnie is a good dancer. She is very beautiful. She is a pretty girl. Okay. He is a fast driver. He is a fast driver. The cake is delicious. Okay, ഇതൊക്കെ ഞാൻ പറഞ്ഞാട്ടോ. That is a tall tree. Ram is a good player. He is a simple person. Okay. The car is expensive. She is very hardworking. Yeah. Okay. The soup is hot. എന്നൊക്കെ പറയാം. She is a creative person. The book is very funny. Apu is a good writer. The baby is very cute. ഈ very ഇട്ട് കളിക്കൂല. എന്താണത്? വെരിയോട് വെരി മാത്രമേ ഉള്ളൂ അഡ്ജക്റ്റീവ്. വെരി അല്ലാതെ വേറെ വേർഡ് വെച്ചൊന്ന് മോഡിഫൈ ചെയ്യൂ. Bruno is the intelligent dog. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ അഡ്ജക്റ്റീവ് എന്താണെന്ന് മനസ്സിലായല്ലോ. ക്ലിയർ അല്ലേ? സിമ്പിൾ ആണ് അല്ലേ? അപ്പോ she wore a beautiful dress. Okay, he is the cleverest boy of all.
cleverest. Okay, yeah. Clear ആണല്ലോ. ഇനി നെക്സ്റ്റ് നമുക്ക് adverb പഠിക്കാം. Adverb. Heading എഴുതുക adverb. Adjective എന്താണ്? നൗണിനെ അല്ലെങ്കിൽ പ്രൊനൗണിനെ മോഡിഫൈ ചെയ്യുന്നതാണെന്ന് മനസ്സിലായി. അപ്പോ adverb എന്തായിരിക്കും? ഇത് ചുമ്മാ ഒന്ന് പറഞ്ഞോക്കേ. തെറ്റിയാലും കുഴപ്പമില്ല. ചുമ്മാ ഒന്ന് പറഞ്ഞോക്കേ. ആ, വെർബാണ്. ഓക്കെ, എന്താണെന്ന് പറ. Adverb. What is adverb? Yeah, modifying verb. Correct ആണ്. എഴുതിക്കോളൂ. Adverb. An adverb is a word that modifies or describes a verb. വെർബിനെ മോഡിഫൈ ചെയ്യാനും ഡിസ്ക്രൈബ് ചെയ്യാനും യൂസ് ചെയ്യുന്നതാണ് adverb എന്ന് പറയുന്നത്. ഓക്കെ, വെർബിനെ മോഡിഫൈ ചെയ്യാനും ഡിസ്ക്രൈബ് ചെയ്യാനും വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് ആണ് adverb. ഓക്കെ, ഇനി എക്സാമ്പിൾസ് ഒന്ന് പറഞ്ഞു നോക്കി. adverbന്റെ എക്സാമ്പിൾസ് എന്താണ്? ഒരു വെർബിനെ ആയിരിക്കണം മോഡിഫൈ ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പോ adverbൽ എന്താ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. he sings beautifully. He sings beautifully. എന്താണ്? അവനെ അല്ല ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞത്, അവൻ പാടുന്നതിനെയാണ്. അല്ലെ, അവൻ നന്നായിട്ട് പാടുക എന്ന് പറയുന്ന വെർബിനെയാണ് നമ്മൾ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന വേർഡ് വെച്ചിട്ട് മോഡിഫൈ ചെയ്തത്. അപ്പോ അവിടെ he sings beautifully എന്ന് പറയുമ്പോൾ ഈ ബ്യൂട്ടിഫുള്ളി എന്ന് പറയുന്നത് എന്താണ്? adverb ആണ്. കാരണം വെർബിനെ മോഡിഫൈ ചെയ്യുന്നതാണ്. അല്ലെ? ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? എന്താണെന്ന് പറയാതെ നോട്ട് ചെയ്താണല്ലോ അറിയുന്നത്. എഴുതി കഴിഞ്ഞോ? സംസാരിച്ചോളൂ വേണമെങ്കിൽ. എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞു. ഓക്കെ, he sings beautifully എന്നാണ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത്. he sings beautifully. അവന്റെ പാട്ട് നന്നായിരുന്നു. അവൻ പാട്ട് പാടുന്നത് നന്നായിട്ട് പാടി, ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. അപ്പൊ പാടുക എന്ന് പറയുന്ന ഐ സിംഗ് എന്ന് പറയുന്ന വെർബിനെയാണ് നമ്മൾ മോഡിഫൈ ചെയ്തത്. ബ്യൂട്ടിഫുള്ളി എന്ന് പറയുന്ന വേർഡ് വെച്ചിട്ട് മോഡിഫൈ ചെയ്തത് ഈ സിംഗ് എന്ന് പറയുന്ന വെർബിനെയാണ്. സോ ബ്യൂട്ടിഫുള്ളി എന്ന് പറയുന്നത് adverb ആണ്. അപ്പോ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാം, നോട്ട്ബുക്കിൽ എഴുതാം. he ran very fast. അപ്പോഴും വെടി വരുന്നുണ്ട്. he ran very fast. he eats slowly. he eats slowly. He eats slowly. She walks quickly. Okay. Then she super cooked. No. Adverb അല്ല ട്ടോ. She super cook എന്ന് പറയുന്നത് adverb അല്ല. She cooks superbly എന്ന് പറയാം. അല്ലെങ്കിൽ she cooks എന്താണ് ടേസ്റ്റി പറയാം. She runs fastly. She dancing is nice. അല്ല, she dances very nicely എന്ന് പറയാം. He boys cutely. No, he boys cutely എന്ന് വരില്ല കേട്ടോ. He speaks
ക്യൂട്ട്ലി എന്ന് പറയും. The boy ran quickly. He tried fastly. She did not enjoy the book. She did not enjoy the book. Other than that, no, that adverb വരില്ല. She running fast. She spoke softly. Yeah. ഇതിൽ മിസ്റ്റേക്സ് വന്നത് ഞാൻ പറഞ്ഞു, അത് ക്ലിയർ ആണല്ലോ എല്ലാവർക്കും. She spoke softly, അല്ലെങ്കിൽ she speaks softly എന്ന് പറയാം, കുഴപ്പമില്ല. സ്പോക്ക് എന്ന് പറഞ്ഞത് ഫാസ്റ്റ് ആണ്, കുഴപ്പമില്ല, മിസ്റ്റേക്ക് ഒന്നുമില്ല. She running fastly. Running fast, yeah. Her speech straightly. സ്പീച്ച് എന്ന് പറയുന്നത് ഒരു വെറും അല്ലാതെ സ്പീക്കിംഗ്, ഒന്നിനും സംസാരിക്കുക. Her speech straightly എന്ന് പറയുന്നത് ചെറിയൊരു മിസ്റ്റേക്ക് എടുത്തോ. He eats slowly. Okay. Hello, right? Hello. He writes. Yeah, he writes neatly. He sounds very loudly. No. Sound, so not verb. He speak ആണ്. ഒന്നും സംസാരിക്കുന്നില്ല പറയുന്നത്. Yeah, പ്രസംഗമാണ് ഉദ്ദേശിച്ച. സ്പീച്ച് പ്രസംഗമാണ്, എനിക്ക് മനസ്സിലായി കേട്ടോ. പക്ഷെ ആ വേർഡ് അത് വെർബിൽ പെടുന്ന വേർഡ് ആണോ? അത് നൗൺ ആയിട്ടില്ല വരാം. She drinks slowly. She sings beautifully. She is driving very fast. Okay. Teacher speaks clearly. Yeah. She writes neatly. Okay. Yeah. He speaks very loudly. Yeah, correct, Anna. She speaks very loudly. Yeah. Okay. എവിടേക്കോ ശരി ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? He watched TV. He watched TV carefully. അപ്പൊ carefully എന്ന് പറയുന്ന adverb. Okay. Meaning he watches TV carefully എന്ന് പറയാം. അവിടെ adverb ഇല്ല അല്ലേ? അതാണ്. He studied well. Yeah, he studied well. Yeah, correct. എന്തെങ്കിലും ചെറിയ ഡൗട്ട് ഉണ്ടാവും ആർക്കെങ്കിലും? ആഡ്വേർബില് അല്ലെങ്കിൽ സെന്റൻസ് മേക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണോ? അല്ലാതെ ആഡ്വേർബ് നിങ്ങൾക്ക് ക്ലിയർ ആയി, പക്ഷെ സെന്റൻസ് മേക്ക് ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് വരുന്നു, അങ്ങനെയാണ് നിങ്ങളിപ്പോ ഇപ്പോ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം അതാണോ? കാരണം കുറച്ച് എക്സാമ്പിൾസ് എല്ലാം മിസ്റ്റേക്ക് ആണ്. ആഡ്വേർബ് മനസ്സിലായി, പക്ഷെ സെന്റൻസ് മേക്ക് ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് വരുന്നതാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. എങ്കിലും ഒന്ന് റിപ്ലൈ ചെയ്യും, റെസ്പോണ്ട് ചെയ്യും. എന്താണ് പറയൂ, ആരെങ്കിലും ഒരാൾ പറയൂ, അങ്ങനെയാണോ? ഫസ്റ്റ് ക്ലാസ് ആക്റ്റീവ് ആയിരുന്നല്ലോ, പിന്നെ എന്ത് പറ്റി? സെന്റൻസ് ടീച്ചർ എല്ലാ വേർഡിന്റെയും അവസാനം ഇപ്പൊ ബ്യൂട്ടിഫുള്ളി, ഫാസ്റ്റ്ലി അങ്ങനെയാണോ വരിക? അങ്ങനെയായിരിക്കും വരാം, ആഡ്വേർബിൽ അങ്ങനെ വരാം. അപ്പോ ആഡ്വേർബ് മനസ്സിലായി, സെന്റൻസ് മേക്കിംഗ് ആണ് കുറച്ച് ഡിഫിക്കൽട്ട് അല്ലെ? ആണോ? സംസാരിക്കൂ. അപ്പൊ ആഡ്വേർബ് ക്ലിയർ ആണ്. ഓക്കെ, സെന്റൻസ് മേക്കിംഗ് ആണ് വിഷയം, ആഡ്വേർബ് ക്ലിയർ ആണ്. ഓക്കെ, നമുക്ക് അത് സോൾവ് ചെയ്യാവുന്ന പ്രോബ്ലം ആണ്, കുഴപ്പമില്ല. അപ്പോ നൗൺ
pronoun, adjective, verb, adjective, adverb. ഈ adverb സെന്റൻസിന് ലാസ്റ്റ് വെച്ചാൽ മതി, അങ്ങനെയല്ല കേട്ടോ. adverb സെന്റൻസിന് ലാസ്റ്റ് വെച്ച അങ്ങനെ വെക്കാത്തതുണ്ട്. ഇപ്പോ they run rarely in the summer. They run rarely in the summer. സമ്മറില് അവര് ഓടാൻ പോകുന്നത് റയർ ആണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. They run rarely in the summer. അപ്പോ സെന്റൻസിന്റെ അവസാനമാണോ ഈ റയർലി ഒക്കെ വന്നിരിക്കുന്നത്, adverb വന്നിരിക്കുന്നത്? അല്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരിക്കലും പഠിക്കരുത്, അങ്ങനെ വരില്ല. അങ്ങനെ സെന്റൻസിന്റെ അവസാനം വരുന്നതുണ്ട്, പക്ഷെ എല്ലാരും അങ്ങനെയാണെന്ന് പഠിക്കരുത്. ഓക്കെ, അത് മിസ്റ്റേക്ക് ആണ്. adverb എവിടെയും വരാം, ലാസ്റ്റും വരാം, സെന്ററിൽ വരാം. ഓക്കെ, അപ്പോ noun, pronoun, verb, adjective, adverb ഇത് 5 ടോപ്പിക്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് മനസ്സിലാവുന്നതിനുള്ള ക്ലാസ്, adverbന്റെ നോട്ട് ഞാൻ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എഴുതിയെടുത്തോ? എന്താണ് നോട്ട് കംപ്ലീറ്റ് ചെയ്യാനുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. എഴുതിയെടുത്ത് ഓക്കെ. നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടോ ക്ലാസ്സില്? ഉണ്ട്. അപ്പോ ആർക്കെങ്കിലും ഇതേപോലെ നോട്ട് മിസ്സായിട്ടുണ്ടെങ്കിൽ ഒന്ന് അവരെ കൂടെ ഹെൽപ്പ് ചെയ്യണം. ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ആർക്കെങ്കിലും ഇതേപോലെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആരെ ക്ലാസ്സിൽ ചോദിക്കാൻ മടിയുള്ളവരുണ്ടാകാം. ഇനി ആരെങ്കിലും ആവട്ടെ ചോദിക്കാൻ മടിയുള്ളവരുണ്ടാകാം. അവർ ഗ്രൂപ്പിൽ ചോദിക്കുകയാണെങ്കിൽ അവർക്ക് ക്ലാസ്സിൽ ഇപ്പൊ അറിയാവുന്നവരുണ്ടല്ലോ, അവർ പറഞ്ഞു തരും. ഇനി എന്നോട് ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ലാസ് ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. ആഡ് ചെയ്തില്ല, ഓക്കെ, ആഡ് ചെയ്തില്ലെങ്കിൽ നമ്പർ കൊടുത്ത് ആഡ് ചെയ്തിരിക്കും. സീനുള്ളത് അഡ്ജക്റ്റീവ് ആണ് കേട്ടോ. adverbന്റെ നോട്ട് ഞാൻ പറഞ്ഞു തന്നാണ്. ഒന്നുകൂടെ വേണമെങ്കിൽ പറയാം. adverb is a word that modifies or describes a verb. ഓക്കെ, അത്രയേ ഉള്ളൂ. അത്ര എഴുതിയാലും മതി. പിന്നെ നിങ്ങൾ മലയാളത്തിൽ എഴുതിക്കോളൂ. And adverb is a word that modifies or describes a verb. വെർബിനെ മോഡിഫൈ ചെയ്യാനും ഡിസ്ക്രൈബ് ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് ആണ് adverb എന്ന് പറയുന്നത്. എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ആ എക്സാമ്പിൾസ് എല്ലാം നല്ല രീതിയിൽ എഴുതിയിടുക. ഓക്കെ, അപ്പൊ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൽ ആഡ് ചെയ്യുന്നതാണ്. കാരണം ജോയിൻ ചെയ്യാം. ഇംഗ്ലീഷ് നന്നായിട്ട് ഫ്ലുവന്റ് ആക്കണ്ടേ, നമുക്ക് പഠിക്കണ്ടേ. അപ്പൊ ഇന്ന് എന്താണ് നമ്മൾ 5 ടോപ്പിക് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നൗൺ, പ്രോനൗൺ, വെർബ്, ആഡ്വർബ്, അഡ്ജക്റ്റീവ്. ഈ 5 ടോപ്പിക് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇത് തോന്നുന്നു ക്ലാസ് എന്താണ്, എങ്ങനെയുണ്ട്? ഓക്കെ ആണോ? ക്ലാസ് നന്നായി മനസ്സിലാവുന്നുണ്ട് പറയുന്നൊക്കെ. മനസ്സിലാവുന്നു. കുഴപ്പമൊന്നുമില്ല, കുഴപ്പമില്ലാണ്ട് പോകുന്നു. ഓക്കെ, അപ്പൊ എന്തുണ്ടെങ്കിലും ചോദിക്കാം. ഡൗട്ട് വരും കേട്ടോ, ഡൗട്ട് എന്തായാലും വരും. ഇംഗ്ലീഷ് ആണ് ഇപ്പൊ ക്ലിയർ ആയി. ഓക്കെ, ഇനി അങ്ങോട്ട് പോകുന്നതോറും നിങ്ങൾക്ക് ഡൗട്ട് വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ അത് അപ്പൊ ചോദിക്കാം. ഒരു മടിയും വിചാരിക്കണ്ട, ചോദിക്കാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇങ്ങോട്ടൊന്നും പറയില്ല. നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ഇംഗ്ലീഷ് എനിക്ക് പഠിപ്പിച്ചെടുക്കണം, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇപ്പൊ ഡൗട്ട് വന്നാൽ ചോദിക്കാം, നമുക്കൊന്നും ക്ലിയർ ചെയ്യാം. എല്ലാവരും ചിലപ്പോ ഒന്ന് പറയും, മൊത്തത്തിൽ ക്ലിയർ ആകും. അപ്പൊ ഒരു കാര്യം ചെയ്യോ, ആരെങ്കിലും ഒരാള് എനിവൺ ഒരാള് നമ്മൾ ഈ പറഞ്ഞ 5 ടോപ്പിക്കും നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് പറയാൻ ആഗ്രഹമുള്ളവർക്ക് ഇവിടെ പേര് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പേര് വിളിക്കാം. അപ്പൊ 5 ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അതൊന്ന് ക്ലാസ്സിലൊന്ന് പറയാം. ഓക്കെ, ഇനി പറയാൻ അയ്യോ ഞാൻ പറയണോ, ടെൻഷൻ അടിക്കണ്ട. ഇംഗ്ലീഷിൽ പറയാൻ പറ്റുന്നവർക്ക് ഇംഗ്ലീഷിൽ പറയാം. മലയാളത്തിലാണെങ്കിൽ ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ എന്ന് പറഞ്ഞാൽ ആ 5 പറയാം. ഇപ്പൊ ക്ലാസ് സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ടെൻസും എല്ലാം കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കാം, ട്രൈ ചെയ്യാം. അപ്പോൾ മസ്റ്റ് അല്ല കേട്ടോ, ഇംഗ്ലീഷിൽ സംസാരിക്കണം എന്ന് വിചാരിച്ചിട്ട് ക്ലാസ്സിൽ ആരും ജോയിൻ ചെയ്യാതിരിക്കരുത്.
ഓക്കെ, ഇംഗ്ലീഷിനെ പേടിക്കരുത് ഞാൻ പറഞ്ഞു. നമ്മൾ എപ്പോഴും ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആയിട്ട് വരും. ഓക്കെ, അപ്പോ ഇപ്പോ എടുത്ത ടോപ്പിക് ഒന്ന് സംസാരിക്കണം, ക്ലാസ്സിൽ ഒന്ന് പറയാം. നിങ്ങൾക്ക് മനസ്സിലായത് മാത്രം പറയാം. ഇനിയിപ്പോ മനസ്സിലായത് തെറ്റാണെങ്കിൽ ഞാനത് കറക്റ്റ് ചെയ്ത് തരും. തെറ്റിയാലും കുഴപ്പമില്ല, പറയാൻ നോക്കാം. ഇനി പറയുമ്പോ ബാക്കിയുള്ള കേൾക്കുമ്പോ അവർക്ക് കുറച്ചുകൂടെ മനസ്സിലാവുകയും ചെയ്യും. നിങ്ങൾക്ക് പറയുമ്പോ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. നമ്മള് പഠിക്കുന്ന കാര്യം മറ്റൊരാളെ പഠിപ്പിക്കുമ്പോ പെട്ടെന്ന് നമ്മുടെ ബ്രെയിനിൽ രജിസ്റ്റർ ആവും, നമുക്ക് കൂടുതൽ ക്ലാരിഫിക്കേഷൻ കിട്ടും, ഒരുപാട് മനസ്സിലായോ? അപ്പോ മാക്സിമം അങ്ങനെ പറയാൻ ശ്രമിക്കുക. എല്ലാ ക്ലാസ്സിലും ഞാൻ ഇങ്ങനെ പറയിപ്പിക്കാം. ആർക്കെങ്കിലും പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ പേര് അടിയിൽ ടെക്സ്റ്റ് ചെയ്യുക, ഞാൻ അവരുടെ പേര് വിളിക്കാം. ഓക്കെ, മാക്സിമം ക്ലാസ്സിൽ പറയാൻ നോക്കാം കേട്ടോ. ആ ഒരു പേടി പോകും. ആദ്യം ഫസ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഒരു പേടി എന്ന് വെച്ചാല് ഇംഗ്ലീഷ് സംസാരിക്കാനല്ല, ഒന്ന് സംസാരിക്കാനുള്ളൊരു പേടി മാറി കിട്ടും. ഫസ്റ്റ് അങ്ങനെയാണല്ലോ, സംസാരിക്കാൻ പേടിയില്ല, ആ പേടി മാറി കിട്ടും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു. അതിനുശേഷം പയ്യെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാം, അപ്പൊ ആ ഒരു പേടി മാറി കിട്ടും. ഓക്കെ, അപ്പൊ ഇനി സംസാരിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആരും മിണ്ടാതിരിക്കണ്ട, നമുക്ക് സംസാരിക്കാം. ഓക്കെ, മിനിദാസ് പറയൂ. യെസ് മാം, ഞാൻ ഓഫീസിൽ ഇരിക്കുകയാണ്, എപ്പോ ബ്രേക്ക് ആവുമെന്ന് അറിയില്ല, അപ്പൊ ഞാൻ മ്യൂട്ട് ചെയ്യുവേ. വെർബ് എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയാണ്, നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് വെർബ് എന്ന് പറയുന്നത്. ഞാൻ ആ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ലായിരുന്നു ടീച്ചർ, ഞാൻ ഇന്ന് മുതലാണ് ഇത് കേട്ട്, ഇന്നത്തെ വെർബ് മുതലാണ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. അതില് ആക്ഷൻ വെർബ്, ഫിസിക്കലി ചെയ്യുന്ന ഒരു പ്രവൃത്തിയെയാണ് ആക്ഷൻ വെർബ് എന്ന് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ പ്ലേ, വാക്ക്, റൺ, ഡാൻസ്, സിംഗ്, എക്സെട്ര. ഷീ ഈസ് ഡാൻസിങ്, ഹി ഈസ് ടീച്ചിങ്. ദീസ് ആർ ആക്ഷൻ വെർബ്സ്. നെക്സ്റ്റ്, സ്റ്റേറ്റ് ഓഫ് ബീയിങ്. അതൊരു സ്റ്റേറ്റ്മെന്റിനെ അല്ലെങ്കിൽ ഒരു പൊസിഷനെ സൂചിപ്പിക്കുന്നതാണ് സ്റ്റേറ്റ് ഓഫ് ബീയിങ്. ഷീ ഈസ് എ ഡാൻസർ ഓർ ഹി ഈസ് എ ടീച്ചർ. കറക്റ്റ് ആണോ ടീച്ചറെ? നെക്സ്റ്റ്, adjective. An adjective is a word that modifies or describes a noun or pronoun. ഒരു നൗണിനെ അല്ലെങ്കിൽ ഒരു പ്രോനൗണിനെ മോഡിഫൈ ചെയ്യാനും ഡിസ്ക്രൈബ് ചെയ്യാനും ഉള്ളതാണ് അഡ്ജക്റ്റീവ്. എക്സാമ്പിൾ, മീര ഈസ് എ സ്മാർട്ട് ഗേൾ. അവിടെ സ്മാർട്ട് ആണ് അഡ്ജക്റ്റീവ്. ഹി മാരീഡ് ആൻ അമേരിക്കൻ വുമൺ. അവിടെ അമേരിക്കൻ ആണ് അഡ്ജക്റ്റീവ്. കറക്റ്റ് അല്ലേ? Next, adverb. An adverb is a word that modifies or describes a verb. അഡ്ജക്റ്റീവില് നൗണ് ഓർ പ്രോനൗണിനെ ആണെങ്കിൽ ആഡ്വെർബില് വെർബിനെ മോഡിഫൈ ചെയ്യാനും ഡിസ്ക്രൈബ് ചെയ്യാനും വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ, ഹി സിംഗ് ബ്യൂട്ടിഫുള്ളി, ഹി റാൻ വെരി ഫാസ്റ്റ്. അവിടെ ഹി സിംഗ് ബ്യൂട്ടിഫുള്ളിയിലെ ബ്യൂട്ടിഫുള്ളി ആണ് ആഡ്വെർബ്. ഹി ഈറ്റ് സ്ലോലി, അതായത് നമ്മളെ വെർബിനെ മോഡിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. കറക്റ്റ് അല്ലേ ടീച്ചറെ? ഓക്കെ ടീച്ചറെ, എനിക്ക് ഇത്രേ പറ്റുള്ളൂ, മ്യൂട്ട് ചെയ്യാണ് ഞാൻ ഓഫീസിൽ ഇരിക്കുകയാണ്. പറഞ്ഞല്ലോ. ഇനി നെക്സ്റ്റ് പേര് ഞാൻ പേര് പറയുന്നൊരു മിസ്റ്റേക്ക് എനിക്ക് പറയണം കേട്ടോ. എന്തോ ആണോ? ഞാൻ കുറച്ച് എന്റേതായ രീതിയിൽ കുറച്ച് എഴുതി വെച്ചിരിക്കണം ടീച്ചർ, അത് നോക്കിയിട്ട് ഞാൻ പറയുന്നത്. എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട്. നോൺ ഈസ് എ യൂസിങ് നെയിം, പ്ലേസ്, പേഴ്സൺ, അനിമൽ, തിങ്സ് ആൻഡ് കൺസെപ്റ്റ്സ്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്കാണ്. പിന്നെ പ്രോണോണ് യൂസ് ചെയ്യുന്നത് ഐ, ഷീ, ഹി, യു, വി, ദേ, ഇറ്റ്. അതേപോലെ തന്നെ ഇതിൽ തന്നെ സബ്ജക്റ്റ് ഉണ്ട്. സബ്ജക്റ്റ് ഹി, ഷീ, ഇറ്റ്, എവരിബഡി, ഐ, യു, വി. അതിൽ തന്നെ സിംഗുലർ സബ്ജക്റ്റ് ആൻഡ് പ്യൂറൽ സബ്ജക്റ്റ് ഉണ്ട്. സിംഗുലർ സബ്ജക്റ്റില് ഹി, ഷീ, ഇറ്റ്, എവരിബഡി. പ്യൂറലില് ഐ, യു, വി, ദേ.
നെക്സ്റ്റ് വെർബ്. വെർബ് എന്ന് പറയുന്നത് പ്രവൃത്തി അല്ലെങ്കിൽ ക്രിയ എന്ന് പറയുന്നതാണ്. അതിൽ രണ്ട് ഇതുണ്ട്, ആക്ഷൻസ് ആൻഡ് സ്റ്റേറ്റ്മെന്റ്. ആക്ഷൻ ഈസ് എ ഫിസിക്കൽ ആക്ടിവിറ്റി. ഫിസിക്കൽ ആക്ടിവിറ്റി ഈസ് എ ആക്ഷൻ വെർബ്. ഡാൻസ്, റണ്ണിങ്, വാക്കിംഗ്, സിംഗിങ്. She is a dancing, she is a eating lunch, he is a teaching in the student. And physical no physical activity. It was a situation. I am a teacher. It has a student, he is a hungry, the dog is a brown, the dog is brown. ഇത്ര മതിയോ? ടെൻഷനായോ? ടെൻഷൻ ആവില്ല, എനിക്ക് കിട്ടുന്നില്ല, വായിക്കാൻ കിട്ടുന്നില്ല പെട്ടെന്ന്. നെക്സ്റ്റ് ആരാരും വായിക്കോ? ഓക്കെ. എല്ലാവർക്കും എന്താണ് സംസാരിക്കാൻ മടിയാണോ? എല്ലാവർക്കും പേര്, ഈ രണ്ടുപേരും മാത്രമേ പേര് മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാവർക്കും എന്താണ് സംസാരിക്കാൻ മടിയാണോ? ആ ഒരു മടി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് സോൾവ് ചെയ്യാം കേട്ടോ. എല്ലാവരും അടുത്ത ക്ലാസ്സിൽ സംസാരിക്കുക. എന്താണോ മനസ്സിലായത് അത് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, മലയാളത്തിൽ മതി, ഇംഗ്ലീഷ് വേണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ. എല്ലാവരും ഓക്കെ ആണോ? നിങ്ങള് റെഡിയാണോ? ഒരാളാണ് തംസപ്പ് പറഞ്ഞത്. ബാക്കി എല്ലാവരും നമ്മുടെ ഞാൻ കഴിഞ്ഞ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞാണല്ലോ അവരെ ആക്റ്റീവായിട്ട് ഇരിക്കണം. വെറുതെ എന്താണ് ടീച്ചർ സ്റ്റുഡൻസ് റിലേഷൻ അല്ല, ഫ്രണ്ട്സ് ആണ് എന്ന് പറഞ്ഞു. എല്ലാം പറഞ്ഞ് നമ്മൾ എഗ്രി ചെയ്തിട്ടാണ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തത് അല്ലേ? അപ്പൊ ആ ഒരു ഇതിന് ഫോളോ ചെയ്യാൻ നമുക്ക് കേട്ടോ. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ എല്ലാവരും ആക്റ്റീവായിട്ടിരിക്കുക, നമുക്ക് സംസാരിക്കാം, ഇന്ററാക്ട് ചെയ്യാം, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കണ്ടേ? ഓക്കെ, സോ ഇനി ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ആരെങ്കിലും ഒരാള് ഓക്കെ മാം ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞ ആരെങ്കിലും വരുന്നുണ്ടോ? എനിവാൻ? കണ്ടോ? ആരുമില്ല. അപ്പൊ ഞാനീ പറയുന്നത് വെറുതെ ആണോ? എന്താണ് നിങ്ങൾക്ക് സംസാരിക്കാൻ മടി? പറയൂ. കുറച്ചുപേരൊക്കെ ലീവ് ചെയ്ത് പോയി. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കുക? മലയാളവും ഉണ്ടെന്നില്ല, പിന്നെ എങ്ങനെയാ ഇംഗ്ലീഷ് പറയാ? ഞാനിപ്പോ ഒരാളുടെ പേര് വിളിക്കാം. ഓ എന്നെ വിളിക്കില്ലേ എന്ന് കുറച്ചു പേരുടെ മനസ്സിലുണ്ടാവും. ഉണ്ടോ അങ്ങനെ? കുറച്ചുപേർ ലീവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, റംഷീന. എന്തൊക്കെയുണ്ട് വിശേഷം റംഷീന? പറയൂ. കാണോ? ക്ലാസ്സിൽ പോകുന്നു? നന്നായിട്ട് പോകുന്നു. മനസ്സിലായോ? ആ മനസ്സിലായി. ഇതുകൊണ്ട് പറയാൻ പറ്റില്ല. ഇതുകൊണ്ട് പറയാൻ വിളിച്ചപ്പോ വരാനേ മനസ്സിലായില്ല. ആരെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോ എന്താണ് പറയാൻ? ഞാൻ പറയാമെന്ന് പറയുന്നത് എന്താണ്? മിസ്റ്റർ ഞാൻ പറയാം. എന്താണെന്ന് പറ, അതിന്റെ റീസൺ പറ. റീസണ് പുറത്തുനിന്ന് വിചാരിച്ചിട്ട് കുട്ടി ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഓക്കെ, സ്റ്റേറ്റ് ഓഫ് ഫീലിംഗ് ഒന്ന് പറഞ്ഞു തരാമോ? ഷമ എന്നാണോ പേര്? കറക്റ്റ് ആണോ ഞാൻ പറഞ്ഞത്? ഷമ എന്നാണോ? ഷമ ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അവിടെ ആക്ഷൻ വേർബ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോ ഒരു പൊസിഷൻ ആയിരിക്കാം. ഞാൻ സ്റ്റുഡന്റ് ആണ്, ഞാൻ ടീച്ചർ ആണ്, അവൻ ഡോക്ടർ ആണ്,
ഔട്ട്ബക്കറ്റ് ആണ്, അല്ലെങ്കിൽ അവന് വിശക്കുന്നുണ്ട്, മനസ്സിലായോ? ആ ഒരു പൊസിഷൻ, ഒരു സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ സ്റ്റേറ്റ് ഓഫ് വെർബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ മാക്സിമം നോട്ട് കവർ ചെയ്യാൻ നോക്കാം, പഠിക്കാൻ നോക്കാം, ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ടൈം ആയിട്ടുണ്ട്, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സോ താങ്ക് യു എവ്രിവൺ. See you on the next class. Okay, bye. Thank you.